സമയമായി. മാവേലി തമ്പുരാനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. മാവേലി മാവൻ പ്ലീസ്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലദാനം. അങ്ങനെ ചരിത്രത്തിലാദ്യമായി മാവേലി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഇവിടെ അരങ്ങേറുകയാണ്. നിങ്ങളെല്ലാവരെയും ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ പോവുകയാണ്. എല്ലാവരും കൈയടിച്ച് മാവേലിക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കും. ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് ഓംബുഡ്സ്മാന്റെ ഓണം. എന്ത്? അതെ, ഓംബുഡ്സ്മാന്റെ ഓണം. ഈ കഥയും ഇതിലെ കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി യാതൊരു ബന്ധവുമില്ല. ഇനി അഥവാ അങ്ങനെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമല്ല, മനഃപൂർവ്വമാണ്. ഈ കഥയിൽ ഞങ്ങൾ പലതും പറയും, അത് കേട്ടാർക്കും പരിഭവമരുതേ. കഥയിൽ ഞങ്ങൾ പലതും പറയും, അത് കേട്ടാർക്കും പരിഭവമരുതേ. ഇനി ഈ എളിയവരായ ഞങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേവലം ഞാനൊരു കിരികാടൻ, കാതികരല്ല കലാകാരനല്ല ഞാൻ, കേവലം ഞാനൊരു കിരികാടൻ. ഈ കഥ നടക്കുന്നത് തിരുവനന്തപുരത്താണോ? അല്ല. എറണാകുളത്താണോ? അല്ല. എന്നാൽ പിന്നെ കോഴിക്കോട്ടായിരിക്കും. അല്ലേ അല്ല. ഈ കഥ നടക്കുന്നത് അങ്ങകലെ അമേരിക്കയുടെ വടക്ക് കിഴക്കായി മാങ്ങാണ്ടി പോലെ തൂങ്ങിക്കിടക്കുന്ന ന്യൂജേഴ്സി എന്ന കൊച്ചു സംസ്ഥാനം. അതിന്റെ തെക്കായി സൗത്ത് ജേഴ്സി എന്ന് പേരുള്ള ഒരു കൊച്ചു സുന്ദര ഗ്രാമം. നദിക്കപ്പുറത്ത് അറ്റ്ലാന്റിക് ബീച്ചിനിപ്പുറത്ത് സൗത്ത് ജേഴ്സി എന്നൊരു നാടുണ്ട്, കൊച്ചു സൗത്ത് ജേഴ്സി എന്നൊരു നാടുണ്ട്. നദിക്കപ്പുറത്ത് അറ്റ്ലാന്റിക് ബീച്ചിനിപ്പുറത്ത് സൗത്ത് ജേഴ്സി എന്നൊരു നാടുണ്ട്, കൊച്ചു സൗത്ത് ജേഴ്സി എന്നൊരു നാടുണ്ട്. സൗത്ത് ജേഴ്സിയുടെ മനോഹരതയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, സൗത്ത് ജേഴ്സി കെട്ടിയ ശ്രീധരങ്ങൾ. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, സൗത്ത് ജേഴ്സി കെട്ടിയ ശ്രീധരങ്ങൾ. നിർത്ത്. നിങ്ങൾ സൗത്ത് ജേഴ്സിയെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത്? പൂവനങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ന്യൂജേഴ്സിയെ ഗാർഡൻ സ്റ്റേറ്റ് എന്നാണല്ലോ വിളിക്കുന്നത്. പക്ഷെ പുഴകൾ അത് മനസ്സിലായില്ല. ഞാനും അത് തന്നെ ചോദിക്കാനിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 1-2 മാസമായി കാഞ്ച്, മാഞ്ച്, ഫോമ, ഫൊക്കാന എന്നിവരുടെ പരിപാടികൾ ഓടാകാശവുമായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതേവരെ സൗത്ത് ജേഴ്സിയിൽ ഞാൻ ഒരു പുഴയും കണ്ടിട്ടില്ല. മാവേലിയോട് അതിനെക്കുറിച്ച് ഞാൻ യോജിക്കുന്നു. ഞാൻ ഗൂഗിൾ വരെ സെർച്ച് നോക്കി, സൗത്ത് ജേഴ്സിയിൽ പുഴകളുള്ളതായി അതിൽ പറയുന്നേയില്ല. നിങ്ങൾ എങ്ങനെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയത്? ഞാൻ റിവേഴ്സ് ഓഫ് സൗത്ത് ജേഴ്സി എന്നാണ് സെർച്ച് ചെയ്തത്. അത് തന്നെയാണ് പ്രശ്നം. അമേരിക്കയിൽ പുഴകൾക്ക് പറയുന്ന പേരാണ് ക്രീക്ക്. ഗ്രീക്കോ? ഗ്രീക്ക് അല്ല, ക്രീക്ക്. അടുത്ത പ്രാവശ്യം ക്രീക്സ് ഓഫ് ന്യൂജേഴ്സി എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര ക്രീക്കുകളാണ് നിങ്ങൾക്ക് കിട്ടുക? പെൻസോക്കൻ ക്രീക്ക്, റാങ്കോക്കാസ് ക്രീക്ക്, മള്ളിക ക്രീക്ക്, മാൻജുവ ക്രീക്ക്. അങ്ങനെ ക്രീക്കോടെ ക്രീക്കല്ലേ സൗത്ത് ജേഴ്സിയിൽ. അപ്പോൾ പിന്നെ ഈ കുന്നുകളും മലകളുമോ? ഞാൻ ഇതുവരെ സൗത്ത് ജേഴ്സിയിൽ ഒരു കുന്ന് പോലും കണ്ടിട്ടില്ല. മാവേലി എന്തായി പറയുന്നേ? മാവേലി ഇപ്പോൾ നിൽക്കുന്നത് തന്നെ ഒരു കുന്നിന്റെ മുകളിലല്ലേ? അതേത് ആ കുന്ന്? ചെറിയ കുന്ന് അഥവാ ചെറിയ ഹിൽ. പിന്നെ എത്രയെത്ര കുന്നുകൾ, പൈൻ ഹിൽ, മള്ളിക ഹിൽ, അങ്ങനെ പോകുന്നു കുന്നുകളുടെ ലിസ്റ്റ്. അപ്പോൾ പിന്നെ മലകളോ? സൗത്ത് ജേഴ്സിയിൽ മലകൾ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സൗത്ത് ജേഴ്സിയിൽ എത്രയെത്ര മലകളാണെന്ന്. ഉദാഹരണത്തിന് മൗണ്ട് ലോറൽ, മൗണ്ട് ഹോളി, മൗണ്ട് എഫ്രൈം. തന്നെ ഇതിൽ ഏറ്റവും വലിയ മലയാണ് മൗണ്ട് ലോറൽ. എന്താണ് ഈ മലയുടെ പ്രത്യേകത? അതിന്റെ ഉച്ചിയിൽ ആഞ്ഞു ഒലിഞ്ഞ് കയറിയാൽ എന്തൊക്കെയാ കാണുമെന്ന് അറിയാമോ? വാഷിംഗ്ടൺ DC കാണാൻ പറ്റുമോ? ഇല്ല. ന്യൂയോർക്ക് സിറ്റി ആണോ? ഇല്ല. അപ്പോൾ പിന്നെ എന്തായാലും ഫിലാഡൽഫിയ എങ്കിലും കാണാൻ പറ്റും. ഇല്ലേ ഇല്ല. പിന്നെ എന്ത് കാണാമെന്നാണ് ഈ പറയുന്നത്? അതിന്റെ മേളിൽ കയറി നേരെ മുകളിലോട്ട് നോക്കിയാൽ തെളിഞ്ഞ ആകാശം കാണാം. അതും മഴക്കാറില്ലെങ്കിൽ മാത്രം. പിന്നെ സൗത്ത് ജേഴ്സിയിൽ എത്ര പക്ഷി മൃഗാദികളാണ്. അങ്ങനെ പറയല്ലേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി
ഞാൻ ആകെ കണ്ടത് കുറച്ച് മാനുകളെയും കുറച്ച് അണ്ണാന്മാരെയും പിന്നെ കുറച്ച് പട്ടികളെയും പിന്നെ ആ പട്ടികളെ പുറകെ പ്ലാസ്റ്റിക് കൂടുകളെ നടക്കുന്ന കുറച്ച് സ്വദേശികളെയും മാത്രമാണ്. സ്വദേശികൾ മാത്രമല്ല, കുറച്ച് മലയാളികളും പ്ലാസ്റ്റിക് കൂടുമായി നടക്കുന്നത് കാണാം. അതൊക്കെ ഞാൻ ഭരിച്ചിരുന്ന കാലം. എത്രയെത്ര മൃഗാദികളായിരുന്നോ കേരളത്തിൽ. കേൾക്കട്ടെ. ആനകൾ, മാനും, മയിലും, കുയിലുകൾ, കൂർമൻ, നരാഹരി, ഹംസവും സിംഹവും, ആക്ഷികൻ, മൂഷികൻ, അശ്വവും, നാഗവും, കാകനും, കാളയും, കണ്ടാമൃഗങ്ങളും, വാരക, ശൂരൻ, പശു, നരി, നാരിയും, പുള്ളും, പുലിയും, ഭുജങ്കാലി, ഗൗളിയും, വണ്ടുകൾ, മണ്ട, വരണ്ട, ചിലന്തിയും, തത്ത, മുയൽ, മൂങ്ങ, മുള്ളൻ, മരംകൊത്തി, വേഴാമ്പൽ, വേടൻ, ഗരുഡൻ, കുരങ്ങനും, മാർജാരൻ, കീരി, കരടി, ഉടുമ്പുകൾ, ജീവജാലങ്ങളും ജന്തുക്കളൊക്കെയും ആമോദത്തോടെ വസിക്കുന്നാടേ. ഒരുപക്ഷെ സൗത്ത് ജേഴ്സിയുടെ പ്രകൃതിബന്ധിയായിരിക്കാം പ്രധാന കാലം മുതൽക്ക് അമേരിക്കയിലേക്ക് കുടിയേറിയ മലയാളികളെ ഇങ്ങോട്ട് ആഘോഷിച്ചത്. കേരള തനിമയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ കാരണമായതും അതുകൊണ്ട് തന്നെയാണ്. ഈ മലയാളികൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. അതെന്താണ്? We are all Malayalis. We wear thin lungi. We are the card-holding members of the Marxist Party. That's all. We are Malayalis. God knows. God knows we are Malayalis. We go to the States. We go to the States for a long time to get a big fat salary. Oh, I miss my family. Who cares? I make a lot of money. My chappals are bata. You can call me Cheta. ചേട്ടാ, ചേട്ടയല്ല, ചേട്ടാ, ചേട്ടോ. ഓ, ഈ മലയാളികൾ ഇത്രയധികം മാറിപ്പോയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇത് മാത്രമോ? എന്തിനും ഏതിനും ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രതികരിക്കുന്ന ആൾക്കാരല്ലേ മലയാളികൾ? അങ്ങനെയോ? പിന്നല്ലാതെ. പണ്ട് ഇറാഖിൽ സദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ കേരളത്തിൽ ഹർത്താലും ബന്ധും നടത്തിയവരല്ലേ മലയാളികൾ? അത് ശരി. അതുപോട്ടെ, വനിതാ ടെന്നീസ് താരം മരിയ ഷറപ്പോവയ്ക്ക് സച്ചിൻ തെണ്ടുൽക്കറിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഫേസ്ബുക്കിൽ മലയാളം ചീത്ത വിളിച്ചതല്ലേ നമ്മളെ മലയാളികൾ? അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി? ഷറപ്പോവയ്ക്ക് ഇന്ന് സച്ചിനെ മാത്രമല്ല സരിതയെ വരെ അറിയാം. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയിരിക്കുന്നത് ആർക്കാണെന്ന് അറിയാമോ? ആർക്കാണാവോ? സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്കാണ്. അതെന്താ? ഷാരപ്പോവയുടെ ഫേസ്ബുക്ക് സംഭവം മനസ്സിലാക്കിയ മിഷേൽ ഒബാമയ്ക്ക് എന്ത് ഉപദേശമാണ് കൊടുത്തതെന്ന് അറിയാമോ? എന്തുപദേശമാണ് അവർ കൊടുത്തത്? മിഷേൽ പറഞ്ഞു, ദേ മനുഷ്യ, നിങ്ങൾ ഇന്ത്യയിലേക്കാണ് പോകുന്നത് എന്ന് ഓർമ്മ വേണം. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരുപക്ഷെ നിന്നോട് ചോദിച്ചേക്കാം, സച്ചിനെ അറിയാമോ, ധോണിയെ അറിയാമോ എന്നൊക്കെ. അപ്പോൾ ചുമ്മാ അങ്ങ് തട്ടിയേക്കണം. സച്ചിനെ അറിയാമെന്നും സമയം കിട്ടുമ്പോൾ ക്രിക്കറ്റ് കാണാറുണ്ടെന്നും ഒക്കെ അങ്ങ് തട്ടിയേക്കണം. ഇല്ലെങ്കിൽ അവിടെ മലയാളീസ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അവർ നിങ്ങളുടെ ഫേസ്ബുക്കിൽ കയറി പൊങ്കാലയിടും. ഈ ഉപദേശം കേട്ടുകൊണ്ടല്ലേ അമേരിക്കൻ പ്രസിഡന്റ് മലയാളികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്? അല്ല, അദ്ദേഹം ഇന്ത്യയിൽ എന്തിനാണ് പോയത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് റിപ്പബ്ലിക് ദിനം ആചരിക്കാനാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് പോയത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ശത്രുക്കൾ പറയുന്നത് റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ് ഫെബ്രുവരിയിൽ നടക്കുന്ന ഡൽഹി നിയമസഭാ ഇലക്ഷൻ സ്വാധീനം ചെലുത്താനാണ് ഒബാമയെ കൊണ്ടുപോയതെന്നാണ്. അല്ല, ഈ സമയത്തല്ലേ നമ്മുടെ പ്രധാനമന്ത്രി സ്വന്തം പേര് കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റിയത്? അതിനല്ലേ ആർക്കോ ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് എന്തോ പിടിക്കും എന്ന് പറയുന്നത്? അങ്ങനെ പറയല്ലേ. സൂട്ടിൽ പേരെഴുതി വെച്ചതിന് അദ്ദേഹം നല്ലൊരു വിശദീകരണം തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണാവോ? അതായത് അലക്കാൻ കൊടുക്കുമ്പോൾ സൂട്ട് വെച്ച് മാറി പോവാതിരിക്കാനാണ് പേരെഴുതി വെച്ചിരിക്കുന്നത് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ കഥ പറഞ്ഞ് കാട് കയറി പോകുന്നു. നമുക്ക് സൗത്ത് ജേഴ്സിയിലേക്ക് തിരിച്ചു വരാം. ഈ സൗത്ത് ജേഴ്സിയിലെ പ്രധാന ആളുകൾ ആരൊക്കെയാണ്? പ്രമുഖരായ പലരും സൗത്ത് ജേഴ്സി ഉണ്ടെങ്കിലും ഇപ്പോൾ 2 പേരുടെ പേര് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. ആരാണവർ? നായർ സാബും മേജർ സാബും. ആരാണ് നായർ സാർ? സച്ചിന്റെ ഉറ്റ സുഹൃത്തും ധോണിയുടെ കളിക്കൂട്ടുകാരനും സൗത്ത് ജേഴ്സി ക്രിക്കറ്റ് ക്ലബിന്റെ മെയിൻ സംഘാടകനും ഗ്ലാമർ താരവും സർവോപരി സ്വന്തം ഓഫീസ് മലയാളി അസോസിയേഷന്റെ പാർട്ടി ഓഫീസാക്കി മാറ്റുകയും ചെയ്ത ആളല്ലേ ഈ നായർ സാബ്. മേജർ സാബോ? പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പേടി സ്വപ്നം.
അദ്ദേഹത്തിന്റെ പേര് കേട്ട് മുട്ടുകൂട്ടിയിടിച്ച് പാക് പട്ടാളക്കാർ ഇപ്പോഴും പെഷവാർ മിലിറ്ററി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഇദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നതിൽ പിന്നെയല്ലേ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റം തുടങ്ങിയത്. അന്തപ്പൻ പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഓ, അത് ശരിയാണോ? ഇത് കാണാൻ ലുക്കിൽ ഭയങ്കര ബുദ്ധിശാലിയാണ്, ധൈര്യമാണല്ലോ. ഇതൊന്നും പോരാഞ്ഞിട്ട് അദ്ദേഹം വലിക്കില്ല കുടിക്കില്ല വയനോട്ടം അവനില്ല സുന്ദരനാണവൻ ചെത്തുപയ്യൻ. വലിക്കില്ല കുടിക്കില്ല വയനോട്ടം അവനില്ല സുന്ദരനാണവൻ ചെത്തുപയ്യൻ. അല്ല, നിങ്ങളുടെ കഥയുടെ പേരെന്താണെന്നാ പറഞ്ഞേ? ഓംബുഡ്സ്മാന്റെ ഓണം. മാവേലിയുടെ ഓണം, മലയാളികളുടെ ഓണം, കേരളത്തിന്റെ ഓണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ, ഹനുമാൻ എന്നും കേട്ടിട്ടുണ്ട്. ഓംബുഡ്സ്മാൻ എന്ന് ആദ്യമായാണ് കേൾക്കുന്നത്. അല്ല, സത്യത്തിൽ ആരാണ് ഈ ഓംബുഡ്സ്മാൻ? ഗൂഗിൾ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ഒരു മാസമായി സൗത്ത് ജേഴ്സിയിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത വാക്കല്ലേ ഓംബുഡ്സ്മാൻ. അതിൽ ഏറ്റവും കൂടുതൽ സെർച്ച് നടന്നിട്ടുള്ളത് മൗണ്ട് ലോറൽ, വൂറീസ് ഏരിയകളിൽ നിന്നാണ്. ഇതിൽ 2 IP അഡ്രസ്സുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സെർച്ച് നടന്നിട്ടുള്ളത്. അവരുടെ അഭിപ്രായ പ്രകാരം ഓംബുഡ്സ്മാൻ മാവേലിയുടെ കുഞ്ഞമ്മയുടെ മകനായിട്ട് വരും. ഞാൻ അറിയാതെ ഒരു കുഞ്ഞമ്മയും മോനുവോ? അവരുടെ പേരിൽ ഒരു ഓണവും വന്ന് ഞാനിപ്പോൾ ആരും അല്ലാതായി. ഞാൻ ഈ പരിപാടി നിർത്തി പോവുക. നിർത്തി. മാവേലി അങ്ങനെ പോകരുത്. ഈ പാട്ടൂടെ പാടിയിട്ടങ്ങ് പോവാ. മാവേലി പോവല്ലേ? അയ്യോ മാവേലി പോവല്ലേ, അയ്യോ മാവേലി പോവല്ലേ. ഈ പാട്ടൂടെ കേട് വാ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കൂരവ വേണം. ഓ വരവേൽക്കാനാളു വേണം, കോടി തോരണങ്ങൾ വേണം. വിജയ ശ്രീകാളിതരായി വരുന്നു ഞങ്ങൾ. ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതേതോ കറുത്ത ചിറകു വെച്ച് അരയന്ന കിളി പോലെ കുതിച്ചു കുതിച്ചു കുതിരയെ പോൽ. ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതേതോ പമ്പയിലെ പൊന്നോണങ്ങൾ ഓടി വന്നു പുണരുന്നു. തങ്കവയിൽ നെറ്റിയിൽ മേൽ പൊട്ടുകുത്തുന്നു. ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതേതോ തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു. തെന്നൽ വന്നു വെഞ്ചമരം വീശിത്തരുന്നു. ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതേതോ ചമ്പക്കുളം പള്ളിക്കൊരു വള്ളം കളി പെരുന്നാളായി അമ്പലപ്പുഴയിൽ ഒരു കുത്തുവിളക്ക്. ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതേതോ കരിമാടി കുട്ടനിന്നു പനി നീ കവടിയാട്ടം കാവിലമ്മയ്ക്കിന്നു രാത്രി ഗരുഡൻ തൂക്കം. ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതേതോ വരവേൽക്കാനാളു വേണം, കോടി തോരണങ്ങൾ വേണം. വിജയ ശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതേതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതേതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതേതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതേതോ